ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സമ്പദ്വ്യവസ്ഥയിലെ സാങ്കേതികവിദ്യാ വിപ്ലവത്തെക്കുറിച്ചാണ്. ഈ വിപ്ലവം നമ്മുടെ സാമ്പത്തിക ഘടനയെയും ദൈനംദിന ജീവിതത്തെയും എങ്ങനെയാണ് പുനർനിർമ്മിച്ചത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മുടെ ഈ ചർച്ചയെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യം സാങ്കേതികവിദ്യാ വിപ്ലവം എന്നതിന്റെ നിർവചനം എന്താണെന്ന് നോക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട മേഖലകളിൽ ഇത് ചെലുത്തിയ സ്വാധീനം എന്തൊക്കെയാണെന്ന് പഠിക്കും. തുടർന്ന് ഇതിന്റെ പ്രധാന സാമ്പത്തിക നേട്ടങ്ങൾ വിലയിരുത്തും. അവസാനമായി ഈ വിപ്ലവത്തിന്റെ സാമ്പത്തിക പൈതൃകം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഉപസംഹരിക്കും. അപ്പോ നമുക്ക് ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് സാങ്കേതികവിദ്യാ വിപ്ലവം? നമ്മുടെ സമ്പദ്വ്യവസ്ഥയിൽ സംഭവിച്ച അടിസ്ഥാനപരമായ മാറ്റം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സാങ്കേതികവിദ്യാ വിപ്ലവം എന്നത് പഴയ മെക്കാനിക്കൽ അനലോഗ് സാങ്കേതികവിദ്യകളിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഡിജിറ്റൽ ലോകത്തേക്കുള്ള ഒരു അടിസ്ഥാനപരമായ മാറ്റമാണ്. അതായത് ഡിജിറ്റൽ സിസ്റ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവ വ്യവസായങ്ങളെ നയിക്കാൻ തുടങ്ങി. ഈ മാറ്റത്തിന്റെ എല്ലാം കാതൽ ഡിജിറ്റലൈസേഷനാണ്. എന്താണ് ഈ ഡിജിറ്റലൈസേഷൻ? വിവരങ്ങളെ ഡിജിറ്റൽ രൂപത്തിലേക്ക്, അതായത് കമ്പ്യൂട്ടറുകൾക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണത്. ഇത് വേഗതയേറിയതും കൂടുതൽ മികച്ചമായ പ്രക്രിയകൾക്ക് വഴിവെച്ചു. അത് നമ്മളെ 4ാം വ്യാവസായിക വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഉൽപ്പാദനം, ധനകാര്യം, റീറ്റെയിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഈ സാങ്കേതിക വിപ്ലവം എന്ത് സ്വാധീനമാണ് ചെലുത്തിയതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ വ്യാവസായിക ഉൽപ്പാദന മേഖലയെടുക്കാം. ഇവിടെയാണ് ഓട്ടോമേറ്റഡ് സ്മാർട്ട് മാനുഫാക്ചറിംഗ് എന്ന വലിയൊരു മാറ്റം വരുന്നത്. ഇതിനെ ഇൻഡസ്ട്രി 4.0 എന്നും വിളിക്കാറുണ്ട്. അതായത് ഉൽപ്പാദന പ്രക്രിയകൾ കൂടുതൽ ഓട്ടോമേറ്റഡായി മാറി. ഈ മാറ്റത്തിന് കാരണം റോബോട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങൾ, പിന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT സെൻസറുകൾ എന്നിവയുടെ ഉപയോഗമാണ്. ഇതിന്റെ ഫലമോ? ഉൽപ്പാദനക്ഷമത കൂടി, പ്രവർത്തനച്ചെലവ് കുറഞ്ഞു, ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചു. അതോടൊപ്പം വിപണിയിലെ ആവശ്യങ്ങളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കാനും സാധിച്ചു. അടുത്തതായി നമ്മൾ നോക്കുന്നത് ബാങ്കിംഗ്, ധനകാര്യ സേവന മേഖലയാണ്. ഈ രംഗത്ത് സാങ്കേതികവിദ്യ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ പരിവർത്തനമാണ് കൊണ്ടുവന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഓൺലൈൻ ബാങ്കിംഗ്, മൊബൈൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അതോടൊപ്പം ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസികൾ എന്നിവയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇവ സുരക്ഷിതവും സുതാര്യവും വികേന്ദ്രീകൃതവുമായ ഇടപാടുകൾക്ക് വഴിയൊരുക്കി. ഇതിന്റെ എല്ലാം ഫലമായി സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്തു. ഇനി നമുക്ക് റീറ്റെയിൽ, ഇ-കോമേഴ്സ് രംഗത്തേക്ക് വരാം. ഇവിടെ സാങ്കേതികവിദ്യ ഷോപ്പിംഗ് രീതികളെ തന്നെ മാറ്റിമറിച്ചു. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അതോടൊപ്പം ഉപഭോക്താക്കളുമായി സംവദിക്കാൻ ചാറ്റ് ബോട്ടുകൾ, ഓരോരുത്തർക്കും അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ ശുപാർശ ചെയ്യുന്ന സംവിധാനങ്ങൾ എന്നിവയും വന്നു. ഉപഭോക്താക്കളുടെ മുൻഗണനകൾ മനസ്സിലാക്കാൻ ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് സ്റ്റോക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാനും വിപണിയിലെ ട്രെൻഡുകൾ പ്രവചിക്കാനും സഹായിക്കുന്നു. അടുത്തതായി ആരോഗ്യ സംരക്ഷണ മേഖല. രോഗനിർണയത്തിലും ചികിത്സയിലും സാങ്കേതികവിദ്യയുടെ സ്വാധീനം വളരെ വലുതാണ്. ഉദാഹരണത്തിന് വിദൂര കൺസൾട്ടേഷനുകൾക്കായി ടെലിമെഡിസിൻ ഉപയോഗിക്കുന്നു. രോഗനിർണയത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. രോഗികളുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, ശസ്ത്രക്രിയകൾക്ക് റോബോട്ടുകളുടെ സഹായം, പിന്നെ നമ്മുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ സഹായിക്കുന്ന വെയറബിൾ ഡിവൈസുകൾ, ഇവയെല്ലാം ഈ മേഖലയിലെ മുന്നേറ്റങ്ങളാണ്. ഈ വിഭാഗത്തിലെ അവസാനത്തേത് വിദ്യാഭ്യാസ മേഖലയാണ്. ഇവിടെ സാങ്കേതികവിദ്യ പഠനത്തെ ക്ലാസ് മുറികൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി. കൂസറ, എഡിക്സ് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും മാസിവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളും, അതായത് മോക്സും ഇതിന് ഉദാഹരണമാണ്. വെർച്വൽ ക്ലാസ് മുറികൾ, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പഠനം കൂടുതൽ എളുപ്പവും രസകരവുമാക്കി. ഇപ്പോൾ വിവിധ മേഖലകളിലെ സ്വാധീനം നമ്മൾ കണ്ടു. ഇനി ഈ സാങ്കേതികവിദ്യാ വിപ്ലവത്തിന്റെ പ്രധാന സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇവയാണ്. 1. ഉൽപ്പാദനക്ഷമതയിലും കാര്യക്ഷമതയിലും വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. 2. പുതിയ വ്യവസായങ്ങളും അതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. 3. ലോകമെമ്പാടും മികച്ച കണക്ടിവിറ്റി സാധ്യമായി. 4. വിവിധ സേവനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അടിസ്ഥാന സേവനങ്ങളിലേക്ക് കൂടുതൽ ആളുകൾക്ക് പ്രവേശനം ലഭിച്ചു. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ വിപ്ലവത്തിന്റെ സാമ്പത്തിക പൈതൃകം.
ആധുനിക വളർച്ചയ്ക്കും സാമൂഹിക മാറ്റത്തിനും പിന്നിലെ നിർണായക ശക്തി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഈ സാങ്കേതിക വിദ്യാവിപ്ലവം ആധുനിക സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹിക പരിവർത്തനത്തിന്റെയും ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു. ഇത് കൂടുതൽ മികച്ചതും കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുന്നതും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതുമായൊരു ഭാവിയുടെ കവാടം തുറന്നുതരുന്നു. എന്നാൽ ഇതിന്റെ പൂർണ്ണമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഒരു പ്രധാന ചോദ്യം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും സാങ്കേതികവിദ്യയിലേക്ക് തുല്യമായ പ്രവേശനം എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഈ വിപ്ലവത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡിജിറ്റൽ ഇന്നൊവേഷനും 4ാം വ്യാവസായിക വിപ്ലവവും എന്ന വിഷയമാണ്. ഓക്കെ, അപ്പോ ഈ ചർച്ചയ്ക്ക് ഒരു ഘടനയുണ്ട്. നമ്മൾ 4 പ്രധാന ഭാഗങ്ങളായാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യമേ തന്നെ ഡിജിറ്റൽ ഇന്നൊവേഷൻ എന്താണെന്ന് കൃത്യമായി നിർവചിക്കും. അത് കഴിഞ്ഞ് ഈ ഇന്നൊവേഷൻ സാമ്പത്തിക വളർച്ചയ്ക്ക് എങ്ങനെയാണ് ഊർജ്ജം നൽകുന്നതെന്ന് നമ്മൾ പരിശോധിക്കും. മൂന്നാമതായി 4ാം വ്യാവസായിക വിപ്ലവം എന്ന ആശയത്തിലേക്ക് കടക്കും. അവസാനം അതിന് കാരണമാകുന്ന സാങ്കേതിക വിദ്യകളുടെ സംയോജനത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഡിജിറ്റൽ ഇന്നൊവേഷൻ? നമുക്ക് അതിന്റെ നിർവചനം നോക്കാം. അപ്പോ എന്താണ് ഡിജിറ്റൽ ഇന്നൊവേഷൻ? വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു പ്രക്രിയയാണ്. ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ മൂല്യങ്ങളുണ്ടാക്കുക, കസ്റ്റമർ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, എന്തിനേറെ പുതിയ ബിസിനസ് മോഡലുകൾ തന്നെ വികസിപ്പിക്കുക. ഇതിനെയെല്ലാമാണ് നമ്മൾ ഡിജിറ്റൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇത് വെറുമൊരു വാക്കല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്നത് മുതൽ ഡാറ്റ അനാലിറ്റിക്സ് ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതുവരെ ഇതിന്റെ ഭാഗമാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ബിസിനസ്സിലെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്, ക്ലൗഡ് സേവനങ്ങൾ ഉപയോഗിക്കുന്നത്, എന്തിന് IoT സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് സിറ്റികൾ പണിയുന്നതുവരെ ഇതെല്ലാം ഡിജിറ്റൽ ഇന്നൊവേഷന്റെ പരിധിയിൽ വരും. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇന്നൊവേഷൻ എന്താണെന്ന് നമുക്കിപ്പോൾ ഒരു ധാരണയായി. ഇനി അടുത്ത പ്രധാന ചോദ്യം, ഇതെങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നത്? നമുക്ക് ആ സംവിധാനങ്ങളൊന്ന് പരിശോധിക്കാം. ശരിക്കും പറഞ്ഞാല് ഡിജിറ്റൽ ഇന്നൊവേഷൻ സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കുന്നത് പ്രധാനമായും 5 വഴികളിലൂടെയാണ്. ഒന്നാമതായി, ഉൽപ്പാദനക്ഷമതയിലുണ്ടാവുന്ന വർധനവ്. രണ്ടാമത്, പുതിയ വിപണികളും വ്യവസായങ്ങളും തന്നെ രൂപം കൊള്ളുന്നു. 3, ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. 4, സംരംഭകത്വത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്നു. പിന്നെ 5ാമതായി, ആഗോളതലത്തിലുള്ള വ്യാപാരവും കണക്ടിവിറ്റിയും ഇത് മെച്ചപ്പെടുത്തുന്നു. നമുക്കിവ ഓരോന്നും വിശദമായി നോക്കാം. നമുക്ക് ആദ്യത്തെ പോയിന്റ് എടുക്കാം, ഉൽപ്പാദനക്ഷമതയിലെ വർധനവ്. ചിന്തിച്ചു നോക്കൂ, ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, AI ഈ ടെക്നോളജികളൊക്കെ ബിസിനസ്സുകൾക്ക് എങ്ങനെയാണ് സഹായകമാകുന്നത്? ജോലികൾ കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നു, തെറ്റുകൾ കുറയുന്നു, അതുപോലെ ചെലവും കുറയുന്നു. സ്വാഭാവികമായും ഇതിന്റെ എല്ലാം ഫലമെന്താണ്? ഉൽപ്പാദനക്ഷമത കൂടുന്നു. ഈ രണ്ടാമത്തെ കാര്യം, പുതിയ വിപണികളുടെയും വ്യവസായങ്ങളുടെയും രൂപീകരണം. ഡിജിറ്റൽ ഇന്നൊവേഷൻ കാരണം പണ്ട് നിലവിലില്ലാതിരുന്ന പുതിയ വ്യവസായങ്ങൾ തന്നെ ഉണ്ടായില്ലേ? ഉദാഹരണത്തിന് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ ഓർത്തുനോക്കൂ. അതുപോലെ ഓൺലൈൻ വിദ്യാഭ്യാസം നൽകുന്ന കോഴ്സെറ, അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് സാധ്യമാക്കുന്ന പേടിഎം. ഇവയെല്ലാം ഡിജിറ്റൽ ഇന്നൊവേഷൻ സൃഷ്ടിച്ച പുതിയ സാമ്പത്തിക മേഖലകളാണ്. തൊഴിലവസരങ്ങളുടെ കാര്യമെടുത്താൽ ഇവിടെ ഒരു 2 വശമുണ്ട്. ഒരു വശത്ത് ഓട്ടോമേഷൻ കാരണം ചില പരമ്പരാഗത ജോലികൾ ഇല്ലാതായേക്കാം എന്നത് ശരിയാണ്. എന്നാൽ മറുവശത്തെന്താണ് സംഭവിക്കുന്നത്? ടെക്, സൈബർ സുരക്ഷ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റാ സയൻസ് ഈ മേഖലകളിലൊക്കെ പുതിയ തരം ജോലികൾ ധാരാളമായി ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഗിഗ് ഇക്കോണമി എന്നറിയപ്പെടുന്ന ഫ്രീലാൻസ് തൊഴിൽ സംസ്കാരവും ഇതിന്റെ ഫലമായി വളർന്നുവരുന്നുണ്ട്. 4ാമത്തെ സ്വാധീനം സംരംഭകത്വത്തിലാണ്. ഡിജിറ്റൽ ടെക്നോളജികൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള തടസ്സങ്ങളെ കാര്യമായി കുറച്ചിട്ടുണ്ട്. പണ്ടത്തെപ്പോലെ വലിയ മുതൽമുടക്കിന്റെ ആവശ്യമില്ല. ഒരു നല്ല ആശയമുണ്ടെങ്കിൽ ചെറിയൊരു തുകയ്ക്ക് ഒരു വെബ്സൈറ്റോ ആപ്പോ ഉണ്ടാക്കി ആർക്കും ഒരു സംരംഭകനാകാം. ലോകത്തെവിടെയുമുള്ള ഉപഭോക്താക്കളിലേക്ക് എത്താനും ഇന്ന് എളുപ്പമാണ്. ഇനി 5ാമത്തെ പോയിന്റ് ആഗോള വ്യാപാരവും കണക്ടിവിറ്റിയുമാണ്. ഡിജിറ്റൽ ടെക്നോളജി ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റിയെന്ന് പറയാറില്ലേ? കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റങ്ങൾ, ലോജിസ്റ്റിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പിന്നെ ഇടപാടുകൾ സുരക്ഷിതമാക്കുന്ന ബ്ലോക്ക് ചെയിൻ, ഇതെല്ലാം ചേരുമ്പോൾ
ചെറിയ ബിസിനസ്സുകൾക്ക് പോലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ വിൽക്കാൻ കഴിയുന്നു. അപ്പോ ഡിജിറ്റൽ ഇന്നൊവേഷനും അത് സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങളും നമ്മൾ കണ്ടു. ഈ മാറ്റങ്ങളുടെയെല്ലാം ആകെ തുകയാണ് ശരിക്കും പറഞ്ഞാൽ 4ാം വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോ ഈ ആധുനിക പ്രതിഭാസത്തെ ശരിയായി മനസ്സിലാക്കാൻ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. മുൻപുണ്ടായ വ്യാവസായിക വിപ്ലവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രധാനമായും 3 വ്യാവസായിക വിപ്ലവങ്ങൾ കാണാൻ സാധിക്കും. ആദ്യത്തേത് വെള്ളവും നീരാവിയും ഉപയോഗിച്ചുള്ള യന്ത്രവത്കരണമായിരുന്നു. രണ്ടാമത്തേത് വൈദ്യുതിയുടെ വരവോടെ സാധ്യമായ വൻതോതിലുള്ള ഉൽപ്പാദനത്തിന്റെ കാലഘട്ടമായിരുന്നു. മൂന്നാമത്തേത് നമുക്കെല്ലാവർക്കും പരിചിതമായ കമ്പ്യൂട്ടറുകളുടെയും ഡിജിറ്റൽ ടെക്നോളജിയുടെയും ഇന്റർനെറ്റിന്റെയും വിപ്ലവം. എന്നാൽ ഇപ്പോൾ നമ്മൾ 4ാമത്തെ വിപ്ലവത്തിലാണ്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പോ ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. എന്താണ് 4ാം വ്യാവസായിക വിപ്ലവം അഥവാ 4IR എന്ന് നമുക്ക് കൃത്യമായി നിർവചിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മുൻപത്തെ വിപ്ലവങ്ങൾ പോലെ 4IR എന്നത് ഏതെങ്കിലും ഒരു ടെക്നോളജിയെ മാത്രം ആശ്രയിച്ചുള്ളതല്ല. മറിച്ച് ഒരു കൂട്ടം നൂതന സാങ്കേതിക വിദ്യകൾ ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടമാണിത്. ഇത് നമ്മുടെ വ്യവസായങ്ങളെ, സമ്പദ്വ്യവസ്ഥയെ, എന്തിന് നമ്മുടെ സമൂഹത്തെ തന്നെ പുനർരൂപകൽപ്പന ചെയ്യുകയാണ്. ഈ ആശയത്തെ ഏറ്റവും നന്നായി നിർവചിച്ചത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ സ്ഥാപകനായ പ്രൊഫസർ ക്ലോസ് ഷോബാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഭൗതിക, ഡിജിറ്റൽ, ജൈവിക മണ്ഡലങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചുകളയുന്ന സാങ്കേതികവിദ്യകളുടെ സംയോജനമാണിത്. ഈ 3 ലോകങ്ങളും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകുന്നു എന്നതാണ് ഇതിലെ പ്രധാന ആശയം. അപ്പോ ഏതൊക്കെയാണ് ഈ സംയോജിക്കുന്ന സാങ്കേതികവിദ്യകൾ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoT, റൊബോട്ടിക്സ്, ബയോടെക്നോളജി, ബ്ലോക്ക് ചെയിൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇവയെല്ലാമാണ് ഈ വിപ്ലവത്തിന്റെ ചാലകശക്തികൾ. ഓർക്കുക, ഇവ ഓരോന്നിന്റെയും ശക്തിയേക്കാൾ പ്രധാനം ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വലിയ മാറ്റമാണ്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ ഭൗതിക, ഡിജിറ്റൽ, ജൈവിക ലോകങ്ങൾ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാനപരമായ മാറ്റം നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന രീതിയെ എങ്ങനെയായിരിക്കും പുനർരൂപകൽപ്പന ചെയ്യാൻ പോകുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 4ാമത്തെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ചാണ്. നമ്മുടെ ലോകം നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഭൗതിക ലോകവും ഡിജിറ്റൽ ലോകവും, എന്തിന് നമ്മുടെ ബയോളജിക്കൽ ലോകം പോലും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുപോവുകയാണ്. ഈയൊരു വലിയ മാറ്റത്തെയാണ് നമ്മൾ 4ാമത്തെ വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഈയൊരു വിശകലനത്തിൽ നമുക്കിതിനെപ്പറ്റി ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ വിപ്ലവം എന്താണെന്ന് കൃത്യമായി നിർവചിക്കും. പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ടെക്നോളജികൾ ഏതൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം നമ്മുടെ സാമ്പത്തിക, സാമൂഹിക, ഭരണരംഗങ്ങളിലൊക്കെ ഇത് എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്നും പരിശോധിക്കും. അവസാനം നമ്മുടെ ഭാവിയെ ഇത് എങ്ങനെയാണ് രൂപപ്പെടുത്താൻ പോകുന്നതെന്ന് ചർച്ച ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ 4ാമത്തെ വ്യാവസായിക വിപ്ലവം? മുമ്പുണ്ടായിരുന്ന വിപ്ലവങ്ങളിൽ നിന്നൊക്കെ ഇതിനെന്താണ് ഇത്ര പ്രത്യേകത? നമുക്ക് ഇതിന്റെ പ്രധാന സവിശേഷതകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിനെ ഏറ്റവും നന്നായി നിർവചിക്കാൻ കഴിയുന്നത് ഇതിന്റെ വേഗതയും വ്യാപ്തിയും വെച്ചാണ്. മുൻപത്തെ വിപ്ലവങ്ങൾ പോലെ പടിപടിയായല്ല ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, മറിച്ച് വളരെ വളരെ വേഗത്തിലാണ്. ഇവിടെ ഭൗതിക, ഡിജിറ്റൽ, ജൈവിക ലോകങ്ങൾ തമ്മിലുള്ള അതിരുകൾ പതിയെ ഇല്ലാതാവുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന സ്മാർട്ട് വാച്ചുകൾ പോലുള്ള ഉപകരണങ്ങൾ. അതുപോലെ ടെക്നോളജികൾ ഇവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, മറിച്ചെല്ലാം പരസ്പരം കണക്റ്റഡാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ വിപ്ലവത്തിന് ഇത്രയധികം ശക്തി കൊടുക്കുന്നത് കുറച്ച് അടിസ്ഥാന സാങ്കേതിക വിദ്യകളാണ്. ഇവയെ നമുക്ക് ഈ വിപ്ലവത്തിന്റെ നെടുന്തൂണുകൾ എന്നു തന്നെ വിളിക്കാം. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗുമാണ്. അതായത് മനുഷ്യരെപ്പോലെ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ്. രണ്ടാമത്തേത് വെബ് 3. ഇത് ഇന്റർനെറ്റിന്റെ അടുത്ത ഘട്ടമാണ്. ഇവിടെ ഡാറ്റയുടെ കൺട്രോൾ വലിയ കമ്പനികളുടെ കയ്യിൽ നിന്ന് മാറി ഉപയോക്താക്കളുടെ കയ്യിലേക്ക് തന്നെ വരുന്നു. മൂന്നാമത്തേത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഉപകരണങ്ങളും, ഫ്രിഡ്ജ്, കാർ, ലൈറ്റുകൾ എല്ലാം ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത് വിവരങ്ങൾ കൈമാറുന്ന ഒരു സിസ്റ്റം. അടുത്തത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ക്രിപ്റ്റോ കറൻസികൾക്ക് പിന്നിലെ ആ ഒരു സുരക്ഷിതവും വികേന്ദ്രീകൃതവുമായ സാങ്കേതിക വിദ്യയില്ലേ, അതുതന്നെ. അത് ഒരുപാട് മേഖലകളിൽ
വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ്. പിന്നെ തീർച്ചയായും റോബോട്ടിക്സും ഓട്ടോമേഷനും. ഫാക്ടറികളിലും ഹോസ്പിറ്റലുകളിലുമെല്ലാം ഇവ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം ഡിജിറ്റൽ ഡിസൈനുകളിൽ നിന്ന് നേരിട്ട് ഭൗതിക വസ്തുക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന 3D പ്രിന്റിംഗും ഇതിൽപ്പെടുന്നു. അവസാനത്തെ ഗ്രൂപ്പിൽ വരുന്നത് 1 ബയോടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിംഗുമാണ്. ഇത് നമ്മുടെ ജീവശാസ്ത്രപരമായ പരിമിതികളെ മറികടക്കാൻ വരെ സഹായിച്ചേക്കാം. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകളേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യ. കൂട്ടത്തിൽ ഭാരം കുറഞ്ഞതും എന്നാൽ അതിശക്തവുമായ പുതിയ തരം നിർമ്മാണ വസ്തുക്കളും ഈ വിപ്ലവത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ശക്തമായ ഈ ടെക്നോളജികൾ നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? നമുക്ക് ഇതിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക രംഗത്ത് ശരിക്കും വലിയ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. ഊബർ, എയർബിഎൻബി പോലുള്ള പുതിയ ബിസിനസ് മോഡലുകൾ വരുന്നു. അത് പഴയ വ്യവസായങ്ങളെ തകർത്തെറിയുന്നു. ഇത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരു മറുവശമുണ്ട്. ഓട്ടോമേഷൻ കാരണം ഒരുപാട് പാരമ്പര്യഗത ജോലികളില്ലാതാകുന്നു. അതുകൊണ്ടുതന്നെ കാലത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ പഠിച്ചെടുക്കുക എന്നത് വളരെ അത്യാവശ്യമായി മാറുകയാണ്. ഇനി സാമൂഹികമായി നോക്കിയാലോ, ഇതിന് 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് ടെലിമെഡിസിൻ പോലുള്ള സൗകര്യങ്ങൾ ആരോഗ്യരംഗത്തെ എല്ലാവരിലേക്കും എത്തിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ആർക്കും എവിടെയിരുന്നും പഠിക്കാം. എന്നാൽ മറുവശത്ത് വ്യാജവാർത്തകളും തെറ്റായ വിവരങ്ങളും വളരെ വേഗത്തിൽ പ്രചരിക്കാനുള്ള സാധ്യതയും കൂടുന്നു. അതോടൊപ്പം ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അറിയാത്തവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോകുന്ന ഡിജിറ്റൽ ഡിവൈഡ് എന്നൊരു വലിയ വെല്ലുവിളിയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇത്രയും വലിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭരണകൂടങ്ങളെയും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ ഓരോരുത്തരെയും ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ വെല്ലുവിളികൾ? നമുക്ക് നോക്കാം. ഭരണകൂടങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കാര്യക്ഷമതയൊക്കെ ഒരുപാട് കൂട്ടാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ടെക്നോളജി വളരുന്ന വേഗതയിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശരി തെറ്റുകൾ, നമ്മുടെ ഡേറ്റയുടെ സ്വകാര്യത, ഇതൊക്കെ വളരെ സങ്കീർണമായ ചോദ്യങ്ങളാണ്. ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇനി നമ്മുടെ കാര്യം എടുത്താലോ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമായി, നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എന്തും ചെയ്യാം. പക്ഷേ ഇതിനൊരു മറുവശമുണ്ടല്ലേ? നമ്മുടെ ഓരോ നീക്കവും നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ ഇന്ന് കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. ഈ ടെക്നോളജി വിപ്ലവം നമ്മുടെ ഭൂമിയെ, നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് ഇതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ AI പോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് നമ്മളെ സഹായിക്കാനാവും. ഉദാഹരണത്തിന് ഊർജ്ജോപയോഗം കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ഗ്രിഡുകൾ. പക്ഷേ ഈ ടെക്നോളജികൾ പ്രവർത്തിക്കാൻ തന്നെ വലിയ അളവിൽ ഊർജ്ജം വേണം. ഡാറ്റാ സെന്ററുകൾ വൻതോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്നു. അതുപോലെ ഉപയോഗശൂന്യമാകുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് വേസ്റ്റ്, അതും വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതൊരു കേവലം ടെക്നോളജിയുടെ വിപ്ലവമല്ല. മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ആരാണെന്നും നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നും നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഈ ശക്തമായ സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ കുറച്ചുപേർക്ക് മാത്രമല്ല, എല്ലാവർക്കും ലഭിക്കുന്നുവെന്ന് എങ്ങനെ ഉറപ്പാക്കാം? ഇതിനെ മുന്നോട്ട് നയിക്കേണ്ടത് ടെക്നോളജിയല്ല, മറിച്ച് നമ്മുടെ മാനുഷിക മൂല്യങ്ങളാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന സുസ്ഥിരമായ ഒരു ഭാവിക്കായി ഈ വിപ്ലവത്തെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം?